എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി. പറ, കാര്യം പറ, എന്ത് പറ്റി? എനിക്ക് പറ്റുന്നില്ല ചേച്ചി. അവളുമാരെല്ലാരും കൂടെ ഗ്രൂപ്പ് കൂടി ഉള്ള പണി മുഴുവൻ എന്നെ കൊണ്ടായി ചെയ്യിപ്പിക്കുന്നത്. മടുത്ത് ഞാൻ. സാരമില്ല, എന്നാലും എന്താ പറ്റിയെന്ന് പറ. സങ്കടം വരും. 9 പേഷ്യന്റ് ഉള്ളതിലും 4 പേഷ്യന്റ് എനിക്കും, 3 പേര് കൂടിയിട്ട് 5 പേഷ്യന്റ്. ഉച്ചയ്ക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. മടുത്ത് ഞാൻ. ഓ, സാരമില്ലടാ. നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ വാ തുറന്നൊരു കാര്യം പറയത്തില്ല. നിങ്ങൾ വാ തുറന്ന് പ്രതികരിക്കാത്തടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ നനഞ്ഞിടം കുഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്കിതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് ഞാൻ പ്രതികരിച്ച് തുടങ്ങിയപ്പം ഇപ്പം എനിക്ക് ഒരു പ്രശ്നവുമില്ല. ശരിക്കും നമ്മൾ അവരെ തന്നെ കണ്ടുപഠിക്കണം. അവർ ആ ഹോസ്പിറ്റലിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവിടുത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല. നമ്മളോ നാളത്തെ ഷിഫ്റ്റിനെ ഓർത്ത് ഇന്നേ ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിലെ ഫ്രസ്ട്രേഷൻസ് മൊത്തം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഭർത്താവിൻ്റെയും പിള്ളേരുടെയും മേക്കിട്ട് തരും. നമുക്ക് ഇച്ചിരി ആത്മാർത്ഥത കൂടുതലാണ്, അതുകൊണ്ട്. എന്നാൽ കൊച്ചു കിട്ടോ, ചേട്ടൻ ഇപ്പോൾ വരും. ഓക്കെ ചേച്ചി. ഓക്കേടാ, ഓക്കെ. നാൻസി, ഈ ഫ്രസ്ട്രേഷൻ എല്ലാം കൂടെ ആ പാവം ടോണിയുടെ നെഞ്ചത്ത് കയറ്റണ്ട കേട്ടോ. ഇല്ല ചേച്ചി.